സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷകളുടെ സ്കോർ ഷീറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇനി എന്താണ് അടുത്ത പ്രൊസീജിയർ എന്നുള്ളത് പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ പലരുടെയും സ്കോറ് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് അവരുടെ പ്രൊഫൈലിൽ നാറ്റിവിറ്റി പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് പലരുടെയും സ്കോറ് വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുന്നത്, തടഞ്ഞു വച്ചിരിക്കുന്നത്. അതേസമയം മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ, അതായത് സംവരണ സംബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഇഷ്യൂസൊക്കെ ഉള്ള ഇതാണെങ്കിൽ അവർക്കൊന്നും സ്കോറ് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ സ്കോർ റിലീസ് ചെയ്തിട്ടുണ്ടാവും, മെമ്മോ അവിടെ കിടക്കുന്നുണ്ടാവും. 20/5/2025 വൈകിട്ട് 3 മണിക്കകം മെമ്മോ ക്ലിയർ ചെയ്യണം എന്നാണ് നിലവിലുള്ള നിർദ്ദേശം. 20/5/2025 ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് ഉറപ്പില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ക്ലെയിം, നിങ്ങൾ ഒരു മെമ്മോ ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ക്ലെയിമാണോ നിങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ആ ക്ലെയിം നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നാറ്റിവിറ്റി പ്രൂഫ്, അതേപോലെ SSLC ബുക്ക്, ഇതൊന്നും സബ്മിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അവരുടെ അപേക്ഷ, അവരുടെ മാർക്ക് അവിടെ അപ്പോഴും തടഞ്ഞു വച്ചിരിക്കും. അവർക്ക് ഈ റാങ്ക് റിലീസ് ചെയ്യണമെങ്കിൽ ഈ മെമ്മോ ക്ലിയർ ചെയ്താൽ മാത്രമേ റാങ്ക് റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നോർമലി സ്കോറ് പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് എൻജിനീയറിങ്ങിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി, ഫാർമസിക്ക് ഇല്ല, എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറയും. ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ഇനി അടുത്ത് വരാനുള്ളത്. എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ +2 മാർക്കും കൂടി നോക്കിയിട്ടാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിലെ 2ാം വർഷത്തിലുള്ള മാർക്കാണ് എൻട്രി ചെയ്യാൻ പറയാറ്. 2ാം വർഷത്തിൽ നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ VHSCക്ക് അല്ലെങ്കിൽ CBSEയിൽ, ICSEയിൽ ഇതിലൊക്കെ ലഭിച്ചിരിക്കുന്ന മാർക്ക്, അത് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ലഭിച്ചിരിക്കുന്ന മാർക്കാണ് എൻട്രി ചെയ്യേണ്ടത്. അതവിടെ കൃത്യമായിട്ട് അവിടെ കാണിക്കും എങ്ങനെയാണ് എൻട്രി ചെയ്യേണ്ടതെന്നൊക്കെ. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും. പലർക്കും ആ മാർക്ക് ഈ വർഷം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അവരുടെ മാർക്ക്, നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ആ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ വല്ല തെറ്റോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാത്തവർക്ക്, അവിടെ ഡിസ്പ്ലേ ചെയ്യാത്തവരാണെങ്കിൽ, മാർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മാർക്ക് എൻട്രി നടത്തേണ്ടി വരും. അപ്പോൾ ചില ബോർഡിൽ നിന്ന് കഴിഞ്ഞവർ, ഇപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ എഡ്യൂക്കേഷൻ ബോർഡിൽ നിന്ന് കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റ് കീമിൽ അവൈലബിൾ അല്ല എങ്കിൽ, കീമിലേക്ക് അവർ അയച്ചു കൊടുത്തിട്ടില്ല, ആ ബോർഡ് കീമിലേക്ക് അത് അയച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അത്തരം ആൾക്കാർക്ക് അവരുടെ മാർക്ക് എൻട്രി ചെയ്യേണ്ടി വരും. കേരള സിലബസിൽ കഴിഞ്ഞവർക്കാണെങ്കിൽ, കേരള സിലബസിലും അതേപോലെ CBSEയിലും കഴിഞ്ഞവരാണെങ്കിൽ മിക്കവാറും അവരുടെ മാർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഇനി മാർക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ മാർക്ക് എൻട്രി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അത് ഉപയോഗപ്പെടുത്തിയാൽ മതി. എൻ്റെ മാർക്ക് ഡിസ്പ്ലേ ചെയ്തില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ വേണ്ട. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ വർഷം പാസ്സായ, ഇപ്പോൾ +2 ആണെങ്കിൽ കേരള സിലബസിൽ പാസ്സായവരാണെങ്കിൽ ഒരു കുട്ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്കും കാണിക്കും. കാരണം ഒരു കുട്ടിക്ക് മാത്രം മാർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാതിരിക്കില്ല. അത് ബോർഡ് എല്ലാവരുടെയും മാർക്ക് ആണ്. ഈ വർഷം പാസ്സായിരിക്കുന്ന ഈ കുട്ടികളുടെ എല്ലാവരുടെയും മാർക്കാണ് അവൈലബിൾ ആക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മാർക്ക് അവൈലബിൾ ആകുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരാനാണ് സാധ്യത. കേരള സിലബസിലെ +2 കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത പ്രൊസീജിയർ പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ മാർക്ക് എൻട്രി ചെയ്യണം. ഈ മാർക്ക് എൻട്രി ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്
എൻജിനീയറിംഗ് പരീക്ഷയിൽ നിങ്ങൾക്ക് എൻജിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ ലഭിച്ചിരിക്കുന്ന സ്കോർ അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാം 300-ൽ എത്ര കിട്ടിയിരിക്കുന്നു എന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളിൽ 360-ലാണ് ടോട്ടൽ മാർക്ക്. ആ 360-ലുള്ള മാർക്കിനെ 300-ലേക്കാക്കി മാറ്റിയിട്ട് അതിനെ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സും കൂടെ നടത്തിയിട്ട്, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ഈ നേരത്തെയുള്ള പ്രൊസീജിയർ തന്നെയാണ്, മുമ്പേ ഉള്ള പ്രൊസീജിയർ തന്നെയാണ്. ഇതേപോലെ തന്നെ CBSE ICSE പല സിലബസുകളിൽ നിന്നും വരുന്നവരായതുകൊണ്ട് തന്നെ അവിടെ അവർ സമീകരണം നോർമലൈസേഷൻ നടത്തുന്ന പ്രോസസ്സാണത്. അപ്പോൾ അതും കൂടെ നടത്തിയതിന് ശേഷം ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടോ അത് 300-ലേക്കാക്കിയിട്ട് അതും എൻട്രൻസ് സ്കോറും കൂടി കൂട്ടിയിട്ടാണ് ഫൈനൽ നമുക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് എൻജിനീയറിങ്ങിന് മാത്രമേ അങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുള്ളൂ. ഫാർമസിക്ക് അങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നില്ല. ഫാർമസിക്ക് നിങ്ങൾ എഴുതി കിട്ടിയിരിക്കുന്ന മാർക്ക്, എൻട്രൻസ് എക്സാമിലൂടെ എഴുതി കിട്ടിയിരിക്കുന്ന മാർക്ക് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷനുള്ള +2 മാർക്ക് എൻട്രിയാണ് അടുത്ത് വരാൻ പോകുന്ന പ്രൊസീജിയർ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തു തരാം. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.